നമസ്കാരം. ഹാറ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയ്ക്കാണോ വലുപ്പം, അത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത ഒരാളുടെ മനസ്സിനാണോ വലുപ്പം എന്നുള്ള ചോദ്യത്തിന് മനസ്സിലാണ് വലുപ്പം എന്ന് ഉത്തരം പറയേണ്ടി വരും. സോ മനസ്സിൻ്റെ വലുപ്പം എത്രത്തോളം നമ്മളുടെ ഒരു സക്സസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മളോട് ഉള്ള ഒരു മൈൻഡ് പവർ ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ച് റീനു മാം. സ്വാഗതം. താങ്ക് യു. അപ്പം ഈ മൈൻഡ് പവറിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയും യൂണിവേഴ്സ് എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയും കുറച്ച് കാലമായിട്ടുള്ളൂ. നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നതിന് വരെ ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് മാറ്റി പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുള്ളത്. സോ സത്യത്തിൽ ഈ മൈൻഡ് പവർ മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണോ? നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അതൊക്കെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇന്ന വേ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഇന്ന വേ എന്നല്ല, യു ആസ് എ പേഴ്സൺ മാനിഫെസ്റ്റഡ് ഓൾ ഓഫ് ഇറ്റ്. മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ചിന്തകളിലാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് ആയിട്ട് വരിക. മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒബ്വിയസ്ലി ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഇസ് ഓൾവേസ് വർക്കിംഗ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഒരാൾക്ക് ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പം ഒരു ബിസിനസ് ഓണറാണ്. ആ ബിസിനസ് ഓണറുടെ ആഗ്രഹം എന്ന് പറയുന്നത് മേ ബി ഒരു പ്രോഫിറ്റ് ഗോളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു റവന്യൂ ഗോളായിരിക്കും, ഒരു ഇത്ര രൂപ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഗോളായിരിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ ഗോളായിരിക്കാം, ഒരു വണ്ടി മേടിക്കണം എന്ന് പറയുന്ന ഗോളായിരിക്കാം. സോ ഒരാൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കാറിൻ്റെ ഒരു കേസ് തന്നെ എടുക്കാം. ഏത് കാറാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി പവർഫുൾ. ഈ ഗൂഗിളിൽ നമ്മളൊരു ക്വയറി ടൈപ്പ് ചെയ്യുന്ന പോലെയാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചാൽ അതാണ് ഗൂഗിൾ തരാൻ പോകുന്നത്. സിമിലർലി വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സെറ്റ് ഓഫ് ആൻസേഴ്സ് തരും. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് ആ ഔട്ട്പുട്ടാണ് മൈൻഡ് തരുന്നത്. അപ്പോൾ ഏത് കാറാണോ വാങ്ങിക്കേണ്ടത് അതാണ് ഫസ്റ്റ്. ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടുന്നത്, ഏത് കാറാണ് വേണ്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക്സ് ഓൺ 3 ലെവൽസ്. ഫസ്റ്റ് ആസ് ഐ സെഡ് ഇസ് ക്ലാരിറ്റി. എന്താണോ നമുക്ക് വേണ്ടുന്നത് അതിനൊരു ക്ലാരിറ്റി വേണം. പിന്നെ ഉള്ളതാണ് എലിവേറ്റഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എനിക്കൊരു 50 ലക്ഷം രൂപ വേണം, അതാണ് എൻ്റെ ഗോൾ. പക്ഷെ ഞാൻ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി വറീഡാണ് മണീനെ പറ്റി, കോൺസ്റ്റൻ്റ്ലി സ്ട്രെസ്ഡ് ആണ് മണീനെ പറ്റി. അപ്പം ഞാൻ എന്താണ്, ഐ എം ഇൻ എ ലോ വൈബ്രേഷൻ. മണി ഒരു എനർജിയാണ്. അപ്പം നമുക്ക് ഈ എനർജിയായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ മണി ആസ് ഐ സെഡ്, മണിയുടെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ മണി ഈസ് ലൈക്ക് എ പേഴ്സൺ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ആംഗ്രി ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്ത് കുറ്റം പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് ഇഫ് സമ്മൺ ഇസ് വെരി ഹാപ്പി, എക്സൈറ്റഡ്, പോസിറ്റീവ്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നമുക്കിഷ്ടം. അപ്പം നമ്മൾക്ക് ആഗ്രഹമുള്ള ഏത് ഗോളാണേലും എവറിത്തിങ് ഹാസ് എൻ എനർജി. ഈ എനർജി ആയിട്ട് നമ്മൾ മാച്ച് ആകുമ്പോഴാണ് അട്രാക്ഷൻ നടക്കുന്നത്, അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. മണിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ മണീനെ പറ്റി ലാക്കാണെങ്കിൽ യു ആർ അട്രാക്ടിങ് മോർ ലാക്ക്. അത് ഒരിക്കലും ഒരാൾ സ്കില്ലിൻ്റെ കുറവ് കാരണമല്ല, ഇൻ്റലിജൻസിൻ്റെ കുറവ് കാരണമല്ല, അവരുടെ വൈബ്രേഷൻ മണിയുടെ വൈബ്രേഷനുമായിട്ട് മാച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് പറഞ്ഞു. ഒന്ന് ക്ലാരിറ്റി, 2 എലിവേറ്റഡ് ഇമോഷൻ, മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ടെന്ന്. ഓഫ് കോഴ്സ്, ഇത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് മാനിഫെസ്റ്റേഷൻ മാജിക് ഒന്നുമല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതാണ് എനിക്ക് വേണ്ടുന്നത്, ഞാൻ നല്ല എലിവേറ്റഡ് ഇമോഷനിലായി, അതല്ല. യു ഹാവ് ടു ടേക്ക് അലൈൻഡ് ആക്ഷൻ. അലൈൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഗോൾ എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കണം. എപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തോ ഒരു എഫേർട്ടാണ് ഇടേണ്ടതെന്നുള്ള കാര്യം പലപ്പോഴും വിട്ടുപോകും. അപ്പൊ ഈ എഫേർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഇമോഷണൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അലൈൻഡ് ആക്ഷൻ എടുക്കണം. അതിന് ഏറ്റവും നമുക്ക് കുഴപ്പം തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻസ് തന്നെയാണ്. എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് അപ്പായിട്ട് നിന്നാലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എഫേർട്ട് 100% ആയിട്ട് എടുക്കാൻ പറ്റുക. എന്നാലാണ് ഒരു പവർഫുൾ റിസൾട്ട് വരിക. അപ്പൊ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് 100% ആക്ഷൻ എടുക്കണം. പക്ഷെ ഇതിനേക്കാൾക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് യുവർ മൈൻഡ്.
ഒരു 80-20 ആയിട്ട് പറഞ്ഞാൽ 20% ഇസ് ദി ആക്ഷൻ, നമ്മളുടെ ഒരു സ്കിൽ. 80% നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, അതൊക്കെ നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് മൈൻഡ് പവർ വർക്ക് ചെയ്യണേ. ഇത് എത്രയോ സ്ട്രോങ് ആണ്, അത്രയും നന്നായിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും. ഞാനൊരു ബിസിനസ് ഓണർ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിനം പ്രതി പല ബിസിനസ് ഓണേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന പല ബിസിനസ് ഓണേഴ്സിൽ ചില ആളുകൾ ഹൈലി സക്സസ്ഫുൾ ആണ്, എന്നാൽ ചില ആളുകൾ സ്ട്രഗ്ലിംഗ് ആണ്, ചില ആളുകൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ചിലപ്പോൾ ഇവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സക്സസ്ഫുൾ ആവാത്ത ആളുകളായിരിക്കും ചിലപ്പം ഹൈലി സ്കിൽഡ് ആയിട്ട് ഉള്ളത്. ഇത് ഈ മാം പറഞ്ഞ കാര്യത്തിനകത്ത് ഈ 20% 80% വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഈ 80% ആയിരിക്കാം ഇവർക്ക് ലാഗ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവർക്ക് ഇത് മുകളിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാൾ അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഞാൻ ചിലപ്പം ഈ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അതിനേക്കാൾ സ്കിൽഡ് ആണ്, പക്ഷെ ഞാൻ അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടില്ല, എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സാർ പറഞ്ഞത് വെരി വാലിഡ് പോയിന്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണോ നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവൈലബിൾ ആണ് ഇൻ ദിസ് യൂണിവേഴ്സ്. പ്രപഞ്ചം ഇറ്റ്സ് എ വെരി ഗിവിങ് യൂണിവേഴ്സ്. നമ്മൾ എന്താണോ വി അട്രാക്ട് വാട്ട് വി ആർ. അപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ അട്രാക്ടിങ് എ ലോട്ട് മോർ സ്ട്രഗിൾ. ഐ വിൽ മേക്ക് ഇറ്റ് മോർ സിമ്പിൾ. നമ്മളൊരു മാഗ്നറ്റ് ആണെന്ന് കരുതുക. നെഗറ്റീവ് മാഗ്നറ്റ് ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ. നെഗറ്റീവ് മാഗ്നറ്റ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് സാഹചര്യങ്ങളാണ് അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. നെഗറ്റീവ് എക്സ്പീരിയൻസസ്, നെഗറ്റീവ് പീപ്പിൾ, സ്ട്രഗിൾ. അതുപോലെ പോസിറ്റീവ് മാഗ്നറ്റ് ആണെങ്കിൽ എളുപ്പം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ആൻഡ് സിറ്റുവേഷൻസ് ആണ് അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും വരും. എന്താണ്? ബിക്കോസ് ദേ ആർ വെരി പോസിറ്റീവ്. അവരുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആണ്. അവർ ലൈഫിനെ കാണുന്നത് ഒരു സിമ്പിൾ ആയിട്ടാണ്. അന്നും പറഞ്ഞാൽ അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്നല്ല. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതും ഇന്ററാക്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കുറേ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവരൊക്കെ ലൈഫിൽ കൂടെ ഒരു സ്ട്രഗിളിൽ കൂടെ തന്നെ പോയവരാണ്. പക്ഷെ ആ സ്ട്രഗിളിനെ അവർ നോക്കിക്കാണുന്ന രീതി വേറെയാണ്. ആ സ്ട്രഗിളിനെ അവർ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അത് കാരണം തന്നെ അവർക്ക് ലൈഫിനോട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. അപ്പൊ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് വേഴ്സസ് ഈസി ആയിട്ട് സക്സസ് നേടുന്ന ആൾക്കാരുടെ ഒരു ഡിഫറൻസ് ഇസ് ദെയർ മൈൻഡ് സെറ്റ്. പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, സെക്കൻഡ് പെർസെപ്ഷൻ. ഇല്ലേ, ഞാൻ ഒരിക്കലും ജിമ്മിൽ പോയപ്പോൾ എൻ്റെ ഒരു ട്രെയിനർ 12th വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ പ്രായം തുടങ്ങി ആള് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ. ആ പ്രായം തുടങ്ങിയ ആള് പൈസ ഏൺ ചെയ്യാൻ തുടങ്ങിയതാ. പക്ഷെ അതിന് അയാൾക്ക് പുള്ളിനെ പറ്റിയിട്ട് ഒരു അഭിമാനമല്ല. ഞാൻ എന്തൊരു കഷ്ടമാണ് ഇപ്പോഴും സഹിക്കുന്നത്. അതാണ് പെർസ്പെക്റ്റീവ്. ഞാനിപ്പോ പുള്ളിക്കാരന്റെ കഥ കേട്ടപ്പോൾ വിചാരിച്ചു, വാവ്, എനിക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ് അങ്ങനത്തെ ആൾക്കാര്. പക്ഷെ പുള്ളിക്കാരന്റെ ലൈഫിനെ കണ്ടുവരുന്ന രീതിയാണ് വ്യത്യാസം. അപ്പൊ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്കും സക്സസ് ആഗ്രഹിക്കുന്ന ഒരാൾക്കും തമ്മിലുള്ള വ്യത്യാസമാണ് മൈൻഡ് സെറ്റ്. പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് സാർ നമുക്കൊരാൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക? ഏത് സിറ്റുവേഷനിലാണെങ്കിലും there is something you can be grateful for. ഇപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടിൽ കൂടെ പോകുന്നതാണെങ്കിലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവാൻ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, that makes us more positive and happy. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു മസിലാണ് നമ്മുടെ മൈൻഡിലെ. ബാക്കിയെല്ലാം നമ്മളുടെ മസിൽ ജിമ്മിൽ പോയി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്ന പോലെ തന്നെ ഈ മസിൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ലാക്കിൽ കൂടെ പോകുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ കുറേ നെഗറ്റീവ് ആണ് അവരുടെ തോട്ട് പ്രോസസ്, വിച്ച് ഇസ് വൈ ദേ ആർ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇല്ലേ, അങ്ങനെ ഒരാൾക്ക് ട്രെയിൻ ചെയ്തെടുക്കേണ്ട മസിലാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു 5 കാര്യത്തിനെ പറ്റി സേ താങ്ക്സ്. ഇത് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഗ്രാറ്റിറ്റ്യൂഡ് ആവുമ്പോൾ യൂണിവേഴ്സ് വിൽ ഗിവ് യു മോർ ഓഫ് ദാറ്റ് തിങ് ടു ബി മോർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി കാര്യമാണ് ലേൺ ടു ഡു ഗ്രാറ്റിറ്റ്യൂഡ്. ഈസിയാണ്. എല്ലാ ദിവസവും ഒരു ബുക്കിൽ എഴുതുക, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഡാഷ്. ഇപ്പൊ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടി ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ഐ മേക്ക് റൈറ്റ് നൗ. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് തിങ് ടു ഡു. നെഗറ്റീവ് മാഗ്നറ്റിൽ നിന്ന് നിങ്ങൾ ഒരു പോസിറ്റീവ് മാഗ്നറ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ എനിക്ക് കേട്ടതെന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സിറ്റുവേഷനിൽ കൂടെ ഒരാൾ കടന്നു പോകുമ്പോഴും ഒരാൾ ഭയങ്കര ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആണ്, അയാൾക്ക് EMIs അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കടക്കാർ വിളിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിലപ്പം അയാൾ ഹെൽത്തി ആയിരിക്കും. അപ്പം ആ ഹെൽത്ത് അയാൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേ സിറ്റുവേഷനിൽ വേറൊരാൾ
അൺഹെൽത്തി കൂടിയായിരിക്കും, അയാൾക്ക് ചിലപ്പം എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ ഇയാൾക്ക് ഈ ഹെൽത്തി ആണ് എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് പോസിറ്റീവ് ആവാം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ സിറ്റുവേഷനിൽ നിന്നും നമുക്കപ്പം ഉള്ളതിലെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ പോസിറ്റീവ്സിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതല്ലേ. ഈ ട്രെയിനിങ് ആണ് ആക്ച്വലി നമ്മളുടെ ആദ്യത്തെ 2 സ്റ്റേജിൽ, ആക്ഷൻ ഒഴികെയുള്ള 2 സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ത്രൂ നമ്മളെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അടുത്ത എന്താ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്? അടുത്തതെന്ന് പറയുന്നതാണ്, ഇറ്റ്സ് അഗൈൻ നമ്മുടെ ഏറ്റവും സൂപ്പർ പവറാണ് നമ്മുടെ മൈൻഡ്. പക്ഷെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും ഒരു സ്ട്രഗിളിൽ കൂടെ പോകുന്നത്. പിന്നെ എന്താണ്, സാറ് പറഞ്ഞ പോലെ ഒരാൾ ലാക്കിൽ കൂടെയാണ് പോകുന്നത്, സ്ട്രഗ്ലിംഗ് ആണ്, ഒരാൾ സക്സസ്ഫുൾ ആണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി എന്താണ് കരുതുന്നത്, വാട്ട് ഈസ് കേപ്പബിൾ ഫോർ മീ, വാട്ട് ഈസ് നോട്ട് കേപ്പബിൾ ഫോർ മീ. നമ്മൾ ഈ ഗ്ലാസ് സീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതാണ് സെൽഫ് കോൺസെപ്റ്റ്. അത് ഈ സെൽഫ് കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു, ഒരാളുടെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ എസ്പെഷ്യലി 0 to 8 years, അതിനുശേഷം നമ്മളിപ്പം ഏത് അവസ്ഥയിലാണോ അവിടം വരെ ഉള്ള എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മളെ പറ്റി കുറെ നിഗമനങ്ങൾ ഉണ്ടാക്കും. വി മേക്ക് അപ്പ് സർട്ടൻ ബിലീഫ്സ് അബൌട്ട് അവർ സെൽഫ്. ഈ ബിലീഫാണ് നമ്മളുടെ സെൽഫ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലൈഫിൽ എന്താണോ നേടേണ്ടത്, ഈ സെൽഫ് കോൺസെപ്റ്റിനുള്ളിൽ നിൽക്കും. ഇറ്റ് വിൽ നോട്ട് ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പോൾ ഒരാൾ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻ ഹിസ് തോട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരാൾ വർക്ക് ചെയ്യേണ്ടത് ഇൻ ഹിസ് കണ്ടീഷനിങ്, ഇൻ ഹിസ് ബിലീഫ് സിസ്റ്റംസ്. ഈ ബിലീഫ്സ് ഒക്കെ നമുക്ക് ആരൊക്കെയോ പറഞ്ഞു തന്നതാണ്. ചെറുതായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. പേരൻസ് പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതും കണ്ടതും കേട്ടതും ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ കണ്ടീഷനിങ് ബിലീഫ്സ് ഉണ്ടാവുന്നത്. ഈ ബിലീഫ് സിസ്റ്റംസ് മാറ്റുന്നതിലാണ് ഒരാളുടെ സക്സസ് നിൽക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു മുകളിലൊരു ഗ്ലാസ് ഉണ്ട്, ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വളരാൻ പറ്റില്ല, ഇവിടെ നമ്മൾ സ്റ്റക്കാണ്. ചിലപ്പം ചില സിനിമകളിലെ സീൻസിലൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഒരു കുട്ടി ഈ കാറ് കാണുമ്പം ഇതൊക്കെ നമുക്ക് കാണാനേ പറ്റുള്ളൂ, നമുക്കത് സ്വപ്നം കാണാനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ട് അയാൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും ഈ പൈസ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെയല്ലേ ഏതാണ്ട് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്കിപ്പോൾ പാസ്റ്റിൽ പോയിട്ട് ഇത് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇത് ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് അതെങ്ങനെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില എക്സസൈസുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഒരാളൊരു 30 സെക്കൻഡ് സമയം കൊടുത്തിട്ട് ഒറ്റ കാലിൽ ചാടാൻ വേണ്ടി പറയും. ഒരു കാലിൽ 30 സെക്കൻഡിൽ എത്ര ജമ്പ് പറ്റും എന്ന് ചോദിക്കുമ്പോൾ 90% ആളുകളും പെട്ടെന്ന് പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് 30 ആണ്. ഒരു സെക്കൻഡിൽ ഒരു ജമ്പ് എന്നാ പറയുന്നത്. നമ്മൾ ഇവരോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടൊന്ന് ജമ്പ് ചെയ്യിക്കുമ്പം എല്ലാവരും 30+ ആണ്. ചില ആളുകൾ ഒരു മിനിമം ഒരു 4-5 പേര് 100+ ഒക്കെ പോയിട്ടായിരിക്കും. അപ്പൊ അവർക്ക് തന്നെ അറിയില്ല ഇത് ഇത്രയും പറ്റുമായിരുന്നു എന്നുള്ളത്. സോ ഇതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതെങ്ങനെ ബ്രേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടോ എന്ന് അറിയണം. അത് അറിയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മള് മണിയുടെ കാര്യം തന്നെ എടുക്കൂ. പലപ്പോഴും പലരും മണീനെ പറ്റി കേൾക്കുന്നത് ചെറുപ്പത്തിലെ നെഗറ്റീവായിട്ടാണ്. എസ്പെഷ്യലി നമ്മളൊരു സ്ട്രഗിളിൽ കൂടെ പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഇല്ലേ, പൈസ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പൈസ കിട്ടിയാൽ സേവ് ചെയ്യണം, പിന്നെ ചില ഐഡിയാസ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റിംഗ് ഇസ് വെരി ഡേഞ്ചറസ്, അങ്ങനത്തെ. അപ്പൊ അതുപോലത്തെ കുറെ ബിലീഫ് സിസ്റ്റംസ് ആണ് നമുക്ക് ചെറുതിലെ ഉണ്ടായി വരുന്നത്. അതായത് നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുക, നമ്മുടെ ലൈഫിൽ എവിടെയാണോ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വേണമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലാണ് ഞാൻ കുറെ നാളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടാത്തത്. ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈസി അല്ലേ, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കും പക്ഷെ ഞാൻ ജോയിൻ ചെയ്യില്ല. പൈസയുടെ കാര്യത്തിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതങ്ങ് മാറും. ഈ സെയിൽസ് ടാർഗറ്റിന്റെ കാര്യം എടുത്താല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര ഇഫക്റ്റീവായിട്ട്, പിന്നെ അത് നിന്ന് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവാം എവിടെയോ there is something stopping us. അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. നമ്മളുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ
എതിരെ പോകാൻ ഇറ്റ്സ് ഹൈലി ഡിഫിക്കൾട്ട്. ഒരുപാട് വിൽ പവർ വേണം അതിന് എതിരായി പോവാൻ. എന്ന് പറഞ്ഞാൽ ഈ മൈൻഡിനകത്ത് സെറ്റാണ് നമ്മുടെ കണ്ടീഷനിങ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം. റീനു എന്ന ഒരാള് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ മൈൻഡിന് അറിയാം. അപ്പൊ ഏത് ഏരിയയിലാണോ എൻ്റെ ഒരു ഇപ്പൊ എന്റെ കരിയർ എടുത്താല് എന്റെ കരിയർ ആണ് ഗ്രോ ചെയ്യുന്നില്ലാത്തത് എങ്കില് ഞാൻ എന്നോട് തന്നെ ദീസ് ആർ ഹൗ യു ക്യാൻ വേസ് ടു ഐഡന്റിഫൈ. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലൈഫ് കോച്ച് ആണെന്ന് പറയുന്നതിൽ എനിക്കൊരു ഗിൽറ്റ് ഉണ്ടാവും, ഒരു ഇറ്റ് മൈറ്റ് നോട്ട് സൗണ്ട് ഗുഡ് ടു മീ. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? there is some resistance. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കും, റീനു ആർ യു മേക്കിംഗ് മണി? ചിലപ്പോൾ ഞാൻ പറയും ഐ എം നോട്ട് മേക്കിംഗ് മണി. അപ്പൊ എന്താ, എവറി ടൈം ഐ തിങ്ക് അബൌട്ട് മൈ പ്രൊഫഷൻ, ഞാൻ പ്രൊഫഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എവറി ടൈം ഐ തിങ്ക് അബൌട്ട് മൈ കരിയർ, എന്തൊരു ഇമേജ് ആണ് എന്നെ പറ്റി എന്റെ മൈൻഡിൽ വരുന്നത്, അതൊരു നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, there is something stopping me. ഇപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ ചിലവർ പറയില്ലേ, ഓ ഞാനൊന്ന് ഫുഡ് മണത്താൽ തന്നെ ഞാൻ വണ്ണം വെക്കും. അത് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് അവരുടെ. ഈ ബിലീഫാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുക. അപ്പൊ ഏതൊരു ഏരിയ ആണോ ലൈഫിൽ വർക്ക് ചെയ്യാത്തത്, ചെയ്യാതിരിക്കാൻ ഒരു റീസൺ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നമ്മൾ നമ്മളുടെ മേലെ തന്നെ അടിച്ചമർത്തിയ കുറെ ബിലീഫ്സ്. ഓക്കെ, ഈ ബിലീഫ്സ് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്, സോ ഫസ്റ്റ് ഇസ് ടു ഐഡന്റിഫൈ, അല്ലെ? അവയർനെസ് ആണ് ഏറ്റവും വലുത്. ഫസ്റ്റ് ബി അവെയർ, ഇതാണ് എൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്, ദിസ് ഇസ് വാട്ട് ഐ നീഡ് ടു വർക്ക് ഓൺ. അപ്പൊ അത് നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറമേ വരണം, എന്നാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ ആക്ഷൻസ് ടേക്ക് ഇറ്റ് ഓൺ എ കൺസിസ്റ്റന്റ് റെഗുലർ ബേസിസ്. അങ്ങനെയാണ് നമുക്ക് കംഫർട്ട് സോണിന്റെ പുറത്ത് വന്ന് am I actually capable of more എന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എക്സാമ്പിൾ ആയിട്ട്. യെസ്, ഇത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ദാറ്റ് ഐ വാസ് സോ ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കുറെ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. സ്റ്റേജിൽ ചെല്ലുമ്പോൾ ലൈൻസ് മറന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ഫ്രണ്ട്സ് കളിയാക്കില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസസ് ഒക്കെയാണ് എൻ്റെ ബിലീഫ്സ് ആയിട്ട് വരുന്നത്. ഈ എക്സ്പീരിയൻസസ് വന്നതുകൊണ്ട് എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് ഡിസൈഡ് ചെയ്തു ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ദിസ്. അപ്പം എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്, ഒരു സ്പീക്കർ ആവുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എന്തോ കുറെ ലിമിറ്റേഷൻസ് കാരണം ഞാൻ എന്നെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെയാ, ഞാൻ ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു കസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും ഒരു 1 minute വീഡിയോ അയച്ചു തരാമെന്ന് ചോദിച്ചു കൊറോണ സമയത്ത്. അപ്പൊ ഞാൻ അത് അയച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് ഞാൻ നോക്കി കാണുന്ന ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റീനു വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തു, പോസിറ്റീവ് അപ്രീസിയേഷൻ വർക്ക്സ് വെരി 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 വെൽ. അപ്പൊ ഞാൻ ഓർത്ത് കൊള്ളാവോ, പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞെങ്കിൽ there is something good in this. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് റീലൊക്കെ ഇന്ന് പോയി നോക്കിയാൽ അറിയാം ഭയങ്കര പൊട്ടയാണല്ലോ. പക്ഷെ അതൊക്കെ എൻ്റെ ഒരു ടെസ്റ്റിംഗ് ഫേസ് ആണ്. അങ്ങനെ ചെയ്താണ് എനിക്ക് തന്നെ കോൺഫിഡൻസ് വന്നത്, ദിസ് ഇസ് സംതിങ് ഐ കെൻ ഡു. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക ഓരോ ദിവസവും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു ഹെൽത്തിന്റെ കാര്യത്തില് എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്ന് ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ നേരെ അഗേൻസ്റ്റ് ആണ് പോണത്. അതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകും. അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം ചെയ്ത് നോക്കും, പിന്നെ നിങ്ങൾക്ക് അത് തോന്നും പോവാൻ. സോ ടേക്കിംഗ് സ്മോൾ ആക്ഷൻ. ഓക്കെ, നമുക്ക് എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻ. സോ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷനാ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് ചെയ്ത് നമ്മൾ മൈൻഡിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യാൻ തരത്തിലേക്ക് മൈൻഡിനെ ഒന്ന് ട്യൂൺ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി, അതിനുശേഷം ആ സെൽഫ് ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ബ്ലോക്സിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് നമ്മൾ ഒന്ന് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട്. ഉദാഹരണം പറഞ്ഞ, ഒരു സെയിൽസ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന ഒരാൾ 2 lakh ആണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2.5 സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ചിലപ്പം വർക്ക് ആവുമായിരിക്കും, ചിലപ്പോൾ ഫെയിൽ ആവുമായിരിക്കും, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സാധനം വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതൊരു മൈൻഡ് പവറിന്റെ ഫൗണ്ടേഷൻ വർക്കായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സോ ഇനി ക്ലാരിറ്റി നമുക്ക് വേണം, അല്ലേ? ഇതെന്താണ് ഗോൾ എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട് എന്ന് ഞാനിങ്ങനെ പലയിടത്തും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈക്ക് വിഷൻ ബോർഡ്, അതുപോലെ തന്നെ അഫർമേഷൻസ് ഒക്കെ. സോ എങ്ങനെയാണ് ഈ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അതല്ല ഇനി വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് തേടുക.
ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ടോക്കിംഗ് ടു വൺ ബിസിനസ് ഓണർ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു 2 years where do you see yourself? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 2 yearsനുള്ളിൽ ഐ വോണ്ട് ടു റീച്ച് ദിസ് പെർട്ടിക്കുലർ ലെവൽ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ നെക്സ്റ്റ് ഫേസിലോട്ട് പോകാൻ. അപ്പോൾ പക്ഷേ ഈ ദിസ് പെർട്ടിക്കുലർ ലെവൽ എന്താണെന്ന് പുള്ളിക്കാരൻ അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു ഈ പെർട്ടിക്കുലർ ലെവൽ എങ്ങനെയാണ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക? ഇസ് ഇറ്റ് വെൻ യു മേക്ക് എക്സ് എമൗണ്ട് ഓഫ് എക്സ്ട്രാ മണി, അല്ലെങ്കിൽ ഇത്രയും പേരുടെ റീച്ച് കൂടുമ്പോഴാണോ? അന്നാണ് പുള്ളിയും ഇതിനെ പറ്റി ആലോചിക്കുന്നത്. സോ ഹി വാസ് ലൈക്ക് റീനു, ഐ എം ഗ്ലാഡ് യു ആസ്ക് മീ ദിസ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? നമുക്കറിയില്ല എവിടെയാണ് ഒരു പോയിന്റ്, ഈ പോയിന്റ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ലെവലിലോട്ട് പോവാം. ഇതിപ്പോ ഒരാൾ വന്നിട്ട് ഐ വോണ്ട് ടു ലൂസ് വെയിറ്റ് എന്ന് പറയുന്ന പോലെയാ. എത്ര വെയിറ്റ് ആണ് നമുക്ക് ലൂസ് ചെയ്യേണ്ടത് ഇല്ലേ? അത് ചിലപ്പോ ഒരാൾക്ക് അറിയാം ആയിരിക്കാം, സ്വയം അറിയില്ലായിരിക്കാം. കുഴപ്പമില്ല, നമ്മൾ സ്വയം ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ലീഡ് ചെയ്യുമില്ല, നമ്മൾ നമ്മുടേതായ ഒരു ബബിളിലാണ്. പക്ഷെ പുറമേ നിന്ന് ഒരാൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ്ലി ഞാൻ പറയുന്നത് ഇതാണ്, ഒരു ഫ്രണ്ട് എങ്കിൽ ഫ്രണ്ട്, അല്ലെ ഗോ ടു എ കോച്ച്, an expert who can ask you the right questions to help you identify. എന്നാലാണ് നമ്മുടെ അടുത്ത പ്രോസസ് ഒക്കെ നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ സാർ പറഞ്ഞ പോലെ ഒരു ഫോറിൻ ഹോളിഡേ പോകണം എന്നതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് വെക്കുക. പക്ഷെ നമ്മൾ ഈ ഫോറിൻ ഹോളിഡേ എവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഇല്ലേ? അതിന് ഫസ്റ്റില് നമുക്ക് നമ്മളോട് തന്നെ സ്വയം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് us ഐഡന്റിഫൈ വിത്ത് ക്ലാരിറ്റി എന്താണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഗോ ടു സംബഡി, അല്ലേ? കോച്ചിന്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയാലും മതി. ബട്ട് someone who can ask you the right question. നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ് ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ആസ്ക് ourselves. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓൺ ഫസ്റ്റ് ഐദർ റിഫ്ലക്ട്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഹെൽപ്പിന് പോവും. ദെൻ യു ഗെറ്റ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യേണ്ട പിക്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയുള്ളൂ. എന്താണ് ഞാൻ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുള്ളൂ. ഒരു കാർ വാങ്ങിക്കണം, പക്ഷെ ഏത് കാറാണെന്ന് അറിയാണ്ട് എങ്ങനെ വിഷ്വലൈസ് ചെയ്യും? വളരെ സ്പെസിഫിക് ആയിരിക്കണം. കറക്റ്റ്. ഓക്കെ, എനിക്ക് ബിസിനസ്സിൽ ഗ്രോ ചെയ്യണം. വാട്ട് ഡസ് ദാറ്റ് ഗ്രോത്ത് ലുക്ക് ലൈക്ക്? എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം. പലർക്കും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണ പലതരത്തിലാണ്. ഒരാൾക്ക് സ്റ്റാമിന ബിൽഡ് ചെയ്യണമായിരിക്കും, ഒരാൾക്ക് വെയിറ്റ് ലോസ് വരണമായിരിക്കും, ഒരാൾക്ക് മസിൽ ബിൽഡ് ചെയ്യണമായിരിക്കും. നിങ്ങൾക്ക് എന്താണ്? ദാറ്റ് ഈസ് വെൻ യു ഗെറ്റ് ആക്ച്വൽ ക്ലാരിറ്റി. ഇത്രയും ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ക്ലാരിറ്റിയോടെ കൂടെ എന്ത് കാര്യം വിഷ്വലൈസ് ചെയ്താലും അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഈ ക്ലാരിറ്റിയിൽ അവിടെ ഇവിടെ ഒരു വ്യത്യാസം വന്നാൽ കിട്ടില്ല. അപ്പം ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഗോൾ സെറ്റിങ്ങിന്റെ സമയത്തൊക്കെ പറയാറുണ്ട് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുക, സ്പെസിഫിക്, മെഷറബിൾ എന്ന് പറയുന്ന, ആക്ഷനബിൾ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം നമുക്ക് ഒരു കേസ് എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു കാറ് മേടിക്കണം എന്നുള്ളതാണ് അയാളുടെ ഗോള്. അപ്പം അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കൊരു പ്രീമിയം കാറ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്ലാരിറ്റി ഇല്ല, സ്പെസിഫിക് അല്ല. അയാൾ ഒരു BMW മേടിക്കണം എന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ ക്ലാരിറ്റി ഉള്ളൂ. എന്ന് വെച്ചാൽ BMW അണ്ടറിൽ തന്നെ പല മോഡൽസും പല കളേഴ്സും ഒക്കെ ഉണ്ട്. സോ ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുക, അതായത് ഒരു കാറ് മേടിക്കണം എന്ന് പറയുന്നവരെ എനിക്ക് BMW 5 Series ബ്ലാക്ക് കളർ വേരിയന്റ് മേടിക്കണം എന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഈ ക്ലാരിറ്റി ഓഫ് ഗോൾ, അല്ലേ? ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത്. ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ഓണർ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 2026 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 കോടിയുടെ ടേൺ ഓവർ ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മന്ത് എൻഡിൽ എനിക്ക് 5 ലക്ഷം രൂപയുടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ പറയുന്ന ഈ ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന സാധനത്തിനാണ് ക്ലാരിറ്റി. ഇത് തന്നെയാണല്ലോ ഞാൻ ഒരു കാണുന്ന ആളുകൾക്ക് കൂടി ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇതാണ് ക്ലാരിറ്റി. അപ്പോൾ നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ ഒരു ഗോളാണോ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗോൾസ് ആണോ? കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ടായിരിക്കാം. അയാൾക്ക് സെയിൽസിനകത്ത് ഒരു ഗോൾ ഉണ്ടായിരിക്കാം. ഈ സെയിൽസിന്റെ ഗോളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് ഒരു പ്രോഫിറ്റ് ഗോൾ ഉണ്ടാവുക. ഈ പ്രോഫിറ്റ് ഗോളിൽ നിന്നായിരിക്കും അയാൾക്ക് ചിലപ്പം ഒരു കാറ് മേടിക്കണം എന്നുള്ള ഗോൾ ഉണ്ടാകുക. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അയാൾക്ക് ചിലപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഗോളും കൂടി ഉണ്ടായേക്കാം. ഇതെല്ലാം അറ്റ് എ ടൈം കൊണ്ടുപോകാൻ പറ്റുമോ, അതോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്പെസിഫിക് ആയിട്ട് പോകുന്നതാണോ വർക്ക് ചെയ്യുന്നത്? അത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ഇതിപ്പോൾ എൻഡ് ഓഫ് ദി ഇയർ ആണ്, എല്ലാവരും റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്, ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയമാണ്.
പലപ്പോഴും പലരും എന്തുകൊണ്ടൊരു ഗോള് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നു? ശരിയാണ്. ഇതെന്താ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഗോളല്ല. സൊസൈറ്റൽ പ്രഷർ കാരണം നമ്മൾ എന്തോ കാരണം കൊണ്ട് ചെയ്തു പോകുന്ന ഒരു ഗോളാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അതൊക്കെ എല്ലാ മനുഷ്യരും ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗോൾസ് ഇല്ലേ നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയയിലും സെറ്റ് ചെയ്യാം. ഹെൽത്ത്, റിലേഷൻഷിപ്സ്, കരിയർ ആൻഡ് മണി ബ്രോഡായിട്ട് എടുത്താൽ ഇത് ഒരു പ്രോസസ്സാണ് കേട്ടോ. ദാറ്റ്സ് വാട്ട് ഐ ടേക്ക് മൈ ക്ലയൻസ് ത്രൂ. ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറിന് തോന്നുന്നത് ഏത് ഗോളാണ് ചെയ്യേണ്ടതെന്നാ ലൈഫിൽ ഈ 2026 വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഗോൾ? എനിക്കൊരു ബിസിനസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും അടുത്ത ഫിനാൻഷ്യൽ ഇയർ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഞാൻ ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. എനിക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഒരു സ്പെസിഫിക് ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ എനിക്ക് ഹിറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും എൻ്റെ ബേസിക്കലി എൻ്റെ ഒരു ഗോൾ. ഓക്കെ, അത് വളരെ നല്ല ഗോളാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചോദിച്ചാൽ ഒരു ഗോൾ കാണും. പക്ഷെ നമ്മളൊരു ഗോൾ സെറ്റിംഗ് എക്സസൈസിൽ കൂടെ പോയാൽ യു വിൽ റിയലൈസ് ദാറ്റ് എവറി ഏരിയ ഓഫ് ആർ ലൈഫ് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ സാറിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുവാണ് കേട്ടോ. സാർ ഇപ്പോൾ പറയുന്ന ഒരു ബിസിനസ് ഗോളാണ്. പക്ഷെ ഈ പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ ദാറ്റ് ഈസ് എ പ്രോസസ്, ഒരു ഞാൻ പഠിച്ചൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടെ പോകുമ്പം സാർ മേ ബി യു വിൽ റിയലൈസ് ദിസ് ഇസ് നോട്ട് ദ ഗോൾ, ദർ ഇസ് സംതിങ് എൽസ് ദാറ്റ് ഐ നീഡ് ടു വർക്ക് ഔട്ട്. ഇപ്പൊ ഈ സാറിന് ഉദാഹരണമല്ല, ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരാള്, നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടല്ലേ പോകേണ്ടത്. ആ വീട്ടിലെ സിറ്റുവേഷൻ ശരിയല്ല, എന്റെ പാർട്ട്ണറുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് ശരിയല്ല, പിള്ളേർക്ക് ഫുൾ കംപ്ലൈന്റ് ആണ്, അച്ഛൻ അമ്മ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ചെന്ന് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നയാള് ബിസിനസ്സിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ വീട്ടിലാണോ? റൈറ്റ് ക്വസ്റ്റ്യൻ. ഇതേ സാധനം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിസിനസ് ഗോളിനകത്ത് എന്നെ സ്ട്രഗിൾ ചെയ്യുന്ന, എന്നെ പുൾ ബാക്ക് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് ഗോൾസ് ആയിരിക്കും. എനിക്ക് എപ്പോഴും എനർജി കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് പല അസുഖങ്ങൾ വരുന്നു. അപ്പോൾ എന്താ എനിക്ക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് ഗോളിലായിരിക്കും. ഹെൽത്ത് ഗോള് ഫിക്സ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഈ ഫാമിലി പ്രശ്നമുള്ള ആളുടെ കാര്യം എടുക്കും, ഇവിടെ ഒന്ന് സോൾവ് ആയാൽ ഉണ്ടല്ലോ ബാക്കി എല്ലാ ഏരിയയും സോൾവ് ആവും. പക്ഷെ എല്ലാവരും ബിസിനസ്, പൈസ അതിന്റെ പുറകെ പോകുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോ സമാധാനം വേണ്ടേ? ആൻഡ് ദേ കംപ്ലെയിൻ, എനിക്ക് സ്ട്രെസ് ആണ്, എനിക്ക് പീസ് ഓഫ് മൈൻഡ് ഇല്ല, ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ വാട്ട് ആർ യു ഡൂയിങ് ടു ഇംപ്രൂവ് ദാറ്റ്? ഇത് പലപ്പോഴും എല്ലാവർക്കും വരുന്നൊരു കോമൺ പ്രോബ്ലം ആണ്. വി സെറ്റ് ദ റോങ് ഗോൾ ആൻഡ് ചേസ് ദ റോങ് ഗോൾ. നടുക്ക് വെച്ചിട്ട് പോവും. കാരണം നമ്മുടെ ഗോളിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എലിവേറ്റഡ് ഇമോഷൻസിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് എക്സാമ്പിൾ, ബേസിക് തിങ്. അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്? ഇല്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ വഴക്കിട്ട് സ്ട്രഗിൾ ചെയ്ത് പിള്ളേരെയും ചീത്ത വിളിച്ച് പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ നമ്മളുടെ ഡേ കഴിഞ്ഞു വന്ന് എത്രത്തോളം ഫോക്കസ് ഇടണോന്ന് വെച്ചാൽ തന്നെ നമുക്ക് അത്രയും ഫോക്കസ്ഡ് എഫേർട്ട് ഇട്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതാ പലപ്പോഴും പീപ്പിൾ സെറ്റ് റോങ് ഗോൾസ്. അപ്പൊ എങ്ങനെയാ ഒരു റൈറ്റ് ഗോൾ ഐഡന്റിഫൈ ചെയ്യാ? അതിനൊക്കെ നമ്മള് സിമ്പിളാണ്, തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലൈക്ക് ഐ സെഡ്, ഇങ്ങനെ ഇതിന്റെ എന്താണെന്നറിയോ സാർ എക്സാമ്പിൾ, ദ റൈറ്റ് വേ ടു സെറ്റ് എ ഗോൾ ഇസ് അതിന് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ വേണം. എനിക്ക് ബിസിനസ് ഗ്രോ ചെയ്യണം. ഇത് ഗ്രോ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്? വാട്ട് ആം ഐ ഗോയിങ് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് ഫസ്റ്റ്? ഹൂ എൽസ് ക്യാൻ ഐ ഇമ്പാക്ട്? അങ്ങനെ എത്രത്തോളം ഇമോഷണലി ചാർജ്ഡ് ആണ് നിങ്ങളുടെ ഗോൾ, എന്നാൽ അത് സക്സസ്ഫുൾ ആയി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഡെപ്ത് കൂടുതലായിരിക്കും. ഇപ്പൊ ഒരു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ലേഡി. ഞാൻ ഒരു ലേഡി ആയതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു എക്സാമ്പിൾ ആണ്. ആ ഒരു ലേഡിക്ക് ഒരു ഡ്രീം കാണും, ഇല്ല എനിക്ക് ഇന്ന ലെവലിൽ എത്തണം. എന്തിനാണ്? എന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി എന്റെ പേരൻസിനെ ഹാപ്പി ആക്കാൻ. ഇല്ലേ? അപ്പൊ അതാണ് അവരുടെ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ, നോട്ട് മണി. ഇല്ലേ? അപ്പൊ എത്രത്തോളം സ്ട്രോങ് ഒരു മോട്ടിവേഷൻ ഉണ്ട്, ഇമോഷണൽ കണക്ഷൻ ഉണ്ട് നമ്മുടെ ഗോളിന്, അത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യും. സോ ഫസ്റ്റ് ഇസ് ടു ചൂസ് ദ റൈറ്റ് ഗോൾ, ആൻഡ് വൺ വേ ടു ചൂസ് ദ റൈറ്റ് ഗോൾ ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ഗോൾ ഹാസ് ഇനഫ് ഇമോഷണൽ ഇൻഫ്ലുവൻസ്. പല ആളുകളും, ഞാൻ ഈ ബിസിനസ് ഓണേഴ്സുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പറയാം, ചില ആളുകളൊക്കെ അവരൊരു പ്രീമിയം കാർ മേടിക്കണം, ബെൻസ് മേടിക്കണം, BMW മേടിക്കണം അവരുടെ ആഗ്രഹമല്ല. അവർക്ക് സൊസൈറ്റിയുടെ ഒരു പ്രഷർ
കൊണ്ട് അപ്പൊ അങ്ങനത്തെ ഗോളുകൾ വർക്ക് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് നമുക്കൊരു ഇത് എനിക്ക് വേണം എന്ന് ഒരു സ്ട്രോങ് ഡ്രൈവ് ഉള്ള ഗോളുകളാണ് നമ്മൾ ശരിക്കും സെറ്റ് ചെയ്യേണ്ടത്. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴികളായിരിക്കാം മറ്റ് ഗോളുകളൊക്കെ. എക്സാക്ട്ലി, അതാണ് നമ്മളുടെ മോസ്റ്റ് ഡെഫിനറ്റ് പേർപ്പസ് എന്ന് പറയും. ഈ 5-6 ഗോൾ എഴുതിയിട്ട് നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടൊന്ന് നോക്കുക, ഇതിനകത്ത് ഏത് ഗോളാണ് എനിക്ക് ആദ്യം അച്ചീവ് ചെയ്യാൻ താല്പര്യം. That becomes your most definite purpose. ഈ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം അച്ചീവ്ഡ് ആവും. ഇപ്പൊ ഒരു ലേഡിക്ക് ഒരു പേഴ്സണൽ ഗോൾ കാണും, എനിക്ക് സ്വന്തമായിട്ട് ഫണ്ട് ചെയ്ത് ഒരു ട്രിപ്പിന് പോകണമെന്ന്. ദാറ്റ് ഇസ് ഒരു പേഴ്സണൽ ഗോൾ. അത് ഗോളാണ് അവർക്ക് ഏറ്റവും പ്രധാനമെങ്കിൽ ഈ ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴി അവർ കണ്ടെത്തും. സ്കിൽസ് അതിന് അക്വയർ ചെയ്യാനുള്ള വഴി കണ്ടെത്തും. ഓക്കെ, അതാണ്. ഓക്കെ. അപ്പം ഇപ്പം നമ്മളൊരു ക്ലാരിറ്റി ഉള്ള ഗോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ഐഡന്റിഫൈ ചെയ്ത ഗോളിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യണം? ക്ലാരിറ്റി ഉള്ള ഗോൾ ഐഡന്റിഫൈ ചെയ്തു, പിന്നെയാണ് നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് 80% ഓഫ് അവർ ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഈ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന കാര്യം നേരത്തെ സാർ ചോദിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറ്റാനായിട്ട് മൾട്ടിപ്പിൾ വേസ് ഉണ്ട്, ലോട്ട്സ് ഓഫ് ടെക്നിക്സ്. അതിൽ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഈസിയർ ടെക്നിക്കാണ്. സോ ഫസ്റ്റ് ഇസ് ടു ഹാവ് എ ക്ലാരിറ്റി, നെക്സ്റ്റ് ഇസ് ടു ക്രിയേറ്റ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡൊക്കെ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യണം ഇത് നമുക്ക് പോസിബിൾ ആണെന്ന്. നമ്മൾ നേരത്തെ കണ്ടീഷനിങ്, സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിന് നമ്മളുടെ അതിനുള്ളൊരു ടൂളാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഇമേജസ് ആണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. നമ്മുടെ മനസ്സിൽ പതിയുന്ന ഇമേജസ് ആണ് നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സംവെയർ ഇൻ അവർ ഹൗസ് നമ്മൾ അത് പ്ലേസ് ചെയ്യുന്നു, എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് വിശ്വസിക്കും നമുക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ എന്താണോ ബിലീഫ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് വിൽ പവർ വേണം. അതിനെ ഈസി ആക്കാനാണ് നമ്മളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക, ഇതാണ് എനിക്ക് ആവശ്യം, ഇതാണ് ഞാൻ. അപ്പൊ ഏറ്റവും എത്രയും ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മുടെ ഇമേജസിനോട്ട് എക്സ്പോസ് ചെയ്യുന്നു, മൈൻഡ് സ്റ്റാർട്ട്സ് ബിലീവിങ്. മൈൻഡിന് തിരിച്ചറിവില്ല ഇത് റിയാലിറ്റി ആണോ ഇമാജിനേഷൻ ആണോ ഇല്ലേ? ഒന്ന് നന്നായിട്ട് ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെ ഇമാജിൻ ചെയ്താൽ നമുക്ക് ശരിക്കും ആ സലൈവ വൈഡ് വരും. ഒരു ചോക്ലേറ്റ് കേക്ക് മുമ്പിൽ കൊണ്ട് വെച്ചാലും നമ്മുടെ മൗത്തിൽ ശരിക്കും ആ സലൈവ വരും. മൈൻഡ് ഡസന്റ് നോ. സോ സെക്കൻഡ് ഈസ് വിഷ്വലൈസേഷൻ. ഓക്കെ, വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പം ആ ഒരു ഇമേജ് കാണുന്ന സമയത്ത് നമുക്ക് ആ ഗോള് നമ്മളെ ഒന്ന് റീകോൾ ചെയ്യണം. അതല്ലേ നമ്മളുടെ ആ വിഷ്വലൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളത് അച്ചീവ് ചെയ്തതുപോലെ തോന്നുന്ന തരത്തിലേക്കുള്ള ഗോൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ബോഡി ബിൽഡ് ചെയ്യണം എന്ന് നമ്മൾ ചില സിനിമകളിലൊക്കെ കോമഡി ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഒരാൾ ബോഡി ബിൽഡറുടെ ബോഡിയും തല ഇതും വെച്ചിട്ടുള്ള ചില കോമിക്സ് സിനിമ സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു പരിധി വരെ ഇത് അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന തരത്തിലേക്കുള്ള ഒരാൾക്കൊരു ബോഡി ബിൽഡർ ആവണം എന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ഒരു സാധനം വെച്ച് റെഗുലറായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ വിഷ്വലൈസേഷന്റെ പർപ്പസ് നടക്കുന്നുണ്ടോ? വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ട്രെയിനിങ് ആർ മൈൻഡ്. ഈ മൈൻഡ് എന്ത് ബിലീവ് ചെയ്യണോ അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് വരിക. അതിന് ഹെൽപ്പ് ചെയ്യണതാണ് വിഷ്വലൈസേഷൻ. അപ്പൊ നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ട്, ഫോട്ടോ കണ്ണിനുള്ളതാണ് കാണാൻ, എന്നിട്ട് നമ്മൾ കണ്ണടച്ച് ഞാൻ ഇതാണ് ഇല്ലേ, ബോഡി ബിൽഡർ ആണെങ്കിൽ ബോഡി ബിൽഡർ ആവുമ്പോൾ കോമ്പറ്റീഷന് പോകുമ്പോൾ ജയിക്കുന്നതായിട്ടും ഒക്കെ കാണണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ? എന്തോരം ഫീലിംഗ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും, അത്രത്തോളം ഇഫക്റ്റീവ് ആവും വിഷ്വലൈസേഷൻ. ആ ഫീല് ശരിക്കും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കാറൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ആ കാറിന്റെ ഒരു ലെതർ സ്റ്റിയറിംഗ് ആണെങ്കിൽ അതിന്റെ ഫീല്, അതിന്റെ ഒരു പുതിയ കാറിന്റെ സ്മെല്ല്, ഇതൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ നമുക്ക് വിഷ്വലൈസേഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റേജിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഓക്കെ, സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം പഠിക്കുന്നത് ഇസ് ത്രൂ റെപ്പറ്റീഷൻ. അതിനായിട്ടാണ് നമ്മൾ കീപ് റിപ്പീറ്റിംഗ് ദ വിഷ്വൽസ്. സെക്കൻഡ് എന്താ? ഇനി നമ്മളുടെ ചിന്തകൾ മാറ്റാൻ പോവാണ്. അതിന് വേണ്ടുന്നതാണ് അഫർമേഷൻ. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുന്നതിനാണ് അഫർമേഷൻ. ദേ ആർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ക്ലാരിറ്റിയോടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ആ ക്രിയേറ്റ് ചെയ്ത വിഷൻ ബോർഡിന് വേണ്ടുന്ന അഫർമേഷൻസ് ആണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ നമുക്കൊരു കാർ ആണെങ്കിൽ ഐ ആം ഡ്രൈവിംഗ് ഹാപ്പിലി ഇൻ മൈ ന്യൂ കാർ, അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങും. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നാലാണ് നമുക്ക് എപ്പോഴും ഒരു ഹൈ ഇമോഷണൽ സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ വെൻ യു ടേക്ക് ആക്ഷൻ യു ബിക്കം എ വൈബ്രേഷണൽ മാച്ച്. യെസ്. അപ്പം ഒന്ന് വിഷ്വലൈസേഷൻ, രണ്ട് അഫർമേഷൻസ്, ഇത്രയും കാര്യങ്ങളാണോ ഇതിന്റെ ഫൗണ്ടേഷനിൽ വരുന്ന ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാ തുടങ്ങി രാത്രി കിടക്കുന്നവരെ വി ഗോ ത്രൂ ലോട്ട്സ് ഓഫ് ഇമോഷൻസ്. ഈ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം? നമ്മൾ ഈ അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു വെൻ യു ബിക്കം എ മാച്ച്. ഇപ്പൊ റേഡിയോ മാംഗോ കേൾക്കണമെങ്കിൽ 91.9 തന്നെ ട്യൂൺ ചെയ്യണം. പക്ഷെ ഒരു ആള് ഇൻ എ ഡേ 91.9 ട്യൂൺ ചെയ്താലാണ് റേഡിയോ മാംഗോ കിട്ടുക. 91.0 1 ആണെങ്കിൽ അത് കിട്ടില്ല. പക്ഷെ നമ്മൾ കാര്യം എടുത്ത് നോക്കിക്കേ, എപ്പോഴും നമ്മൾ പീക്ക് സ്റ്റേറ്റിലല്ലല്ലോ, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യണം. ഏറ്റവും ബുദ്ധിമുട്ട് എന്താ, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ തീർന്നുടേ, അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നില്ല. അത് ചെയ്യാത്തടത്തോളം കാലം യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് ഗോയിങ് ടു ടേക്ക് ലോങ്ങർ. എപ്പോഴും ഹൗ കെൻ യു ബി ഇൻ പോസിറ്റീവ് ഇമോഷൻസ്? നെഗറ്റീവ് ആയിട്ടൊരു സംഭവം വന്നാൽ തന്നെ ഹൗ കെൻ ഐ മാനേജ് ഇറ്റ്? നമ്മൾ ഒരിക്കലും നെഗറ്റിവിറ്റി, സങ്കടം ഫീല് ചെയ്യരുത്, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഫീല് ചെയ്യൂ, ഫീല് ചെയ്തിട്ട് മൂവ് ഓൺ. As early as possible move on. അതാണ് ഏറ്റവും. ഞാൻ ഒരു ബിസിനസ്സുകാരനോട് ഈയിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. ദിസ് ഇസ് മൈ ഫീഡ്ബാക്ക് ഓർ ദിസ് ഇസ് വാട്ട് ഐ ലേൺ ആഫ്റ്റർ ത്രൂ ആ കോൺവെർസേഷൻ. ഇതുപോലെ വന്ന് എല്ലാം സെറ്റ് ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു, ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്തു, എവറിത്തിങ് ഇസ് റെഡി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. And then I asked him, we have a great plan. Now why will this not work? ആ ബിസിനസ് ഓണർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, റീനോ, എൻ്റെ മൈൻഡ് സെറ്റ് എല്ലാ ദിവസവും എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ കഴിയില്ല. ഇതാണ് മിക്കവരുടെയും അവസ്ഥ അല്ലേ? അപ്പൊ അവിടെയൊക്കെയാണ് ഒരാൾ വർക്ക് ചെയ്യേണ്ടത്. യെസ്, ബേസിക്കലി നമ്മൾ രണ്ടുപേരും ബിസിനസ് ഓണേഴ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയാം, ബിസിനസ് ഓണർ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്ത് പ്രോബ്ലമാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. അത് പുതിയൊരു ബിസിനസ് ഓണർ ആയില്ല, മിനിമം ഒരു 1-2 വർഷമൊക്കെ ആയി കഴിഞ്ഞ ഒരു ബിസിനസ് ഓണർ ഇന്ന് ഞാൻ എന്ത് പ്രോബ്ലമാണ് എൻകൗണ്ടർ ചെയ്യുന്നത്, അത് എന്താണ് ഞാൻ സോൾവ് ചെയ്യേണ്ടത്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു പരിധി ഒരു ബിസിനസ് ഓണർ എത്തും. അത് പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഈ സിറ്റുവേഷൻസിനകത്തോടെ നമ്മൾ ഈ വേവ് ലെങ്ത് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത്, നേരത്തെ ക്ലബ് എഫ്എമ്മിന്റെ അല്ലെ റേഡിയോ മാംഗോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് ട്യൂൺ ചെയ്ത് പോവാൻ നമ്മളുടെ മൈൻഡിനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഒരാൾ പറയുന്ന ഒരു നെഗറ്റീവ് ബോഡി ഷേമിങ് കമന്റ് മതിയായിരിക്കാം ചിലപ്പോൾ താഴെ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പിൽ ഒരാൾ പറയുന്ന എന്തെങ്കിലും ഒരു ബ്ലെയിം മതിയായിരിക്കും ഇത് പോകാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പം എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷനും മൈൻഡ് പവറും ഒക്കെ ജസ്റ്റ് ഒരു നമ്മൾ ആലോചിക്കലും സ്വപ്നം കാണലും മാത്രമല്ല, ഒരു ഡേ ഡ്രീമിങ് അല്ല. ഇത് വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് നമ്മളൊരു ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എനിക്കിത് കാണുന്ന ആളുകളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകെ പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ പോകുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു ലേണിംഗ് നടത്തിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ടിരിക്കാൻ ട്രെയിൻ ചെയ്യൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഒരു കൃത്യമായിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഗോളിലേക്ക് അലൈൻഡ് ആയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവും വേണ്ട. ഞാൻ ബേസിക്കലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഗോളും എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ക്ലാരിറ്റിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കാം റീനുമായിട്ട് അടുത്ത ഒരു പോഡ്കാസ്റ്റ്. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീനുമാമിനും നന്ദി. താങ്ക് യു.